ഹരേ കൃഷ്ണ. ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം സദസ്സിലുള്ള എല്ലാവർക്കും സീതാദേവി സമ്മാനങ്ങൾ നൽകുകയായിരുന്നു. ഹനുമാന് തൻ്റെ കഴുത്തിലുള്ള വിലപിടിപ്പുള്ള മുത്തുമാല ദേവി സമ്മാനമായി നൽകി. എന്നാൽ ആ മാല സ്വീകരിച്ച ഹനുമാൻ ചെയ്യുന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. ഹനുമാൻ സ്വാമി എന്താണ് ചെയ്തതെന്നോ? സീതാദേവി കൊടുത്ത ആ മാലയിലെ മുത്തുകൾ ഓരോന്നായി മാലയിൽ നിന്നെടുത്ത് കടിച്ചു നോക്കുന്നു. എന്നിട്ട് അവ ഓരോന്നും വലിച്ചെറിയുന്നു. ഇത് കണ്ട് അവിടെ ആ സദസ്സിലുണ്ടായിരുന്നവർ ഹനുമാനോട് ചോദിച്ചു, ഹനുമാൻ, നീ എന്താണ് ഈ ചെയ്യുന്നത്? എന്തിനാണ് നീ ഈ അമൂല്യമായ മാല നശിപ്പിക്കുന്നത്? അപ്പോൾ ഹനുമാൻ ശാന്തനായിട്ട് പറഞ്ഞു, ഈ മുത്തുകളിലൊന്നും എൻ്റെ രാമനാമമില്ല. ഏതൊന്നിലാണോ എൻ്റെ രാമനാമം ഇല്ലാത്തത് അതിന് എൻ്റെ മുൻപിൽ യാതൊരു വിലയുമില്ല. ഈ മുത്തുകൾക്കുള്ളിലൊന്നും എൻ്റെ രാമനില്ല. ഇത് കേട്ട് അവിടെ കൂടിയിരുന്നവർ പരിഹസിച്ചുകൊണ്ട് ഹനുമാനോട് ചോദിച്ചു, ഹനുമാൻ, നിന്റെ ഉള്ളിൽ രാമനുണ്ടോ? ഇങ്ങനെ പരിഹസിക്കുന്നവരുടെ മുന്നിൽ ഹനുമാൻ തൻ്റെ നെഞ്ച് നഖം കൊണ്ട് പിളർത്തി കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഹനുമാന്റെ ഹൃദയത്തിനുള്ളിൽ അതാ ശ്രീരാമനും സീതാദേവിയും ഇരിക്കുന്നു. ഇതുകണ്ട് ആ സദസ്സിലുള്ളവർ സ്തബ്ധരായിപ്പോയി. ഹനുമാന്റെ അചഞ്ചലമായ ഭക്തി കണ്ട് ശ്രീരാമന്റെ കണ്ണുകൾ നിറഞ്ഞു. പരിഹസിച്ചവർക്ക് മറുപടി നൽകാനായി സ്വന്തം ശരീരം മുറിപ്പെടുത്തിയ ഹനുമാനെ ഭഗവാൻ സ്നേഹത്തോടെ അടുത്തു വിളിച്ച് കെട്ടിപ്പിടിച്ചു. ഭഗവാന്റെ ആ സ്പർശനം ഏറ്റതോടെ ഹനുമാന്റെ ശരീരത്തിലെ മുറിവുകളെല്ലാം ഉണങ്ങുകയും ഹനുമാൻ പഴയതുപോലെ ആവുകയും ചെയ്തു. ഹനുമാന്റെ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ അദ്ദേഹത്തിന് ചിരഞ്ജീവിയാകാനുള്ള വരം നൽകി. ലോകാവസാനം വരെ ഭഗവാൻ ശ്രീരാമന്റെ കഥകൾ എവിടെയൊക്കെ ചൊല്ലപ്പെടുന്നുവോ അവിടെയൊക്കെ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഭഗവാൻ അനുഗ്രഹിച്ചു. ഭക്തി എന്നാൽ വെറും വാക്കുകളല്ല, മറിച്ച് ഭഗവാനെ സ്വന്തം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കലാണെന്ന് ഹനുമാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഹനുമാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, എനിക്ക് ഹനുമാനോളം പ്രിയപ്പെട്ടവരായി ആരുമില്ല. നീ എൻ്റെ വെറുമൊരു ഭക്തനല്ല, എൻ്റെ ആത്മാവാണ്. ഹരേ കൃഷ്ണ. ജയ് ശ്രീറാം.